മന്ത്രി റോഷി അഗസ്റ്റിൻ വിളിച്ചു ചേർത്ത യോഗം മറ്റന്നാൾ ചേരും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ കുന്നംകുളം തെരുവോരങ്ങളിലേക്ക് ഓണക്കോടിയുമായി NCC കേഡറ്റുകൾ. തെരുവിലുറങ്ങുന്നവർക്കൊപ്പം എന്ന സന്ദേശവുമായി പഴഞ്ഞി മാർ ഡയനീഷ്യസ് കോളേജിലെ NCC കേഡറ്റുകളാണ് ഓണക്കോടിയുമായി എത്തിയത്. തെരുവിലും അനാഥാലയങ്ങളിലുമായി കഴിയുന്ന 800 പേർക്കാണ് ഓണക്കോടി സമ്മാനിച്ചത്. തൃശൂർ കൊടുങ്ങല്ലൂർ ക്രാങ്കന്നൂർ വിഷന്റെ ഓണാഘോഷം വിപുലമായി നടന്നു. കേബിൾ വിഷനിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും സ്റ്റാഫുകളെയും ടെക്നീഷ്യന്മാരെയും ചടങ്ങിൽ ആദരിച്ചു. ക്രാങ്കന്നൂർ കേബിൾ വിഷൻ MD MB രാജു അധ്യക്ഷത വഹിച്ചു. ഫിനാൻഷ്യൽ ഡയറക്ടർ KV വിനോദ് സ്വാഗതം പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റർമാരും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. പെൻഷൻ ഫണ്ട് തട്ടിപ്പ് കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. പോലീസും ഭരണകൂടവും പ്രതിയെ സംരക്ഷിക്കുകയാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആലപ്പുഴയിൽ അഭിഭാഷകനെ കയ്യേറ്റം ചെയ്ത പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് അഭിഭാഷകർ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് 20 ബാർ അസോസിയേഷനുകളിലെ അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചു. തൃശൂർ മതിലകത്ത് യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ 63-കാരൻ അറസ്റ്റിൽ. അറസ്റ്റിലായത് ശ്രീനാരായണപുരം ആമണ്ടൂർ സ്വദേശി സിദ്ദിഖ്. തൃശൂർ മതിലകത്ത് യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച പ്രതി പിടിയിൽ. മതിലകം പോലീസിന്റെ പിടിയിലായത് കൂളിമുട്ടം ഭജനമഠം സ്വദേശി അഖിൽ. കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ നെടുമങ്ങാട് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. നെടുമങ്ങാട് കോടതി ജഡ്ജി ഷാജഹാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എറണാകുളം കളമശ്ശേരിയിൽ കാർഷികോത്സവത്തിന് തുടക്കമായി. കാർഷിക ഉൽപ്പന്ന ഉപകരണ പ്രദർശനങ്ങൾ, വിപണനമേള, ലേലത്തറ, അട്ടപ്പാടി ഗോത്ര വിഭാഗത്തിന്റെ രാമശ്ശേരി ഇഡലി, കുടുംബശ്രീ വിഭവങ്ങൾ, കൂവ, കൂൺ, ചെറുധാന്യ ഉൽപ്പന്ന വിഭവങ്ങൾ, മുളയിൽ തീർത്ത ഉൽപ്പന്നങ്ങൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഓണക്കോടി സമ്മാനിച്ച് പറവൂർ SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ. പരിപാടി സംഘടിപ്പിച്ചത് കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ KP വിശ്വനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. 2020 ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച 1500ഓളം പേർക്ക് ഓണസദ്യ നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, സർക്കാർ ആശുപത്രികൾ, ശാരീരിക വെല്ലുവിളി നേരിടുന്ന സ്ഥാപനങ്ങൾ, പാലിയേറ്റീവ് സെന്ററുകൾ എന്നിവിടങ്ങളിലാണ് ഓണസദ്യ നൽകുന്നത്. തൃശൂർ ഒല്ലൂരിൽ കഞ്ചാവുമായി 3 പേർ പിടിയിൽ. വിവേക്, സമീത് മോൻ, ശശിധരൻ എന്നിവരാണ് പിടിയിലായത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. ഇവരിൽ നിന്നും 6 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. കോട്ടയം കിസ്കോ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ജെറിയാട്രിക് മെഡിക്കൽ ക്യാമ്പും നടത്തി. നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം അഗസ്ത്യവനം നെയ്യാർ വനമേഖലയിൽ എക്സൈസിന്റെ സ്പെഷ്യൽ ഡ്രൈവ് പരിശോധന നടത്തിയത് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി. കോട്ടയം പാലാ നിയോജക മണ്ഡലത്തിൽ ഓണം ഫെയറിന് തുടക്കം. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഓണം ഫെയർ സപ്ലൈകോയുടെ നേതൃത്വത്തിൽ. കൊല്ലം ചിതറ ഐരക്കുഴിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. തീപിടിച്ചത് മടത്തറ സ്വദേശികളായ 2 പേർ സഞ്ചരിച്ച കാറിന് ആളപായമില്ല. അന്തിക്കാട് KK മേനോൻ വാമനമൂർത്തി ക്ഷേത്രം റോഡ് ചെളി നിറഞ്ഞ് ശോചനീയാവസ്ഥയിൽ. 10 ലക്ഷം ചെലവഴിച്ച് ടൈലിട്ട് ഉയർത്തിയത് 10 മീറ്റർ റോഡ് മാത്രം. റോഡിന്റെ ബാക്കി ഭാഗം നവീകരിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന നാട്ടുകാർ. നടപടികൾ ഏറ്റെടുക്കുമെന്ന് MLA CC മുകുന്ദൻ. കൊല്ലം അഞ്ചലിയിൽ സീരിയൽ നടന് ബാർ ജീവനക്കാരുടെ ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റത് സീരിയൽ നടനും ഓൺലൈൻ സെന്റർ നടത്തിപ്പുകാരനുമായ സലീലിന് വാരിയലിനും നട്ടലിനും ഉൾപ്പെടെ ഗുരുതര പരിക്ക്. മലപ്പുറം പൊന്നാനി നിയോജക മണ്ഡലം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് സംസ്ഥാന പോലീസ് സേനയുടെ ക്രിമിനൽ വൽക്കരണത്തിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ. തിരുവല്ല കുറ്റൂർ ഏറ്റുകടവ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം റോഡിൽ അപകടങ്ങൾ തുടർക്കഥ. എറണാകുളം നോർത്ത് പറവൂരിൽ നിന്ന് രാസലഹരി പിടികൂടി. രാസലഹരി കണ്ടെടുത്തത് മയക്കുമരുന്ന് കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതിയുടെ വീട്ടിൽ നിന്നും. കോട്ടയം കടുത്തുരുത്തിയിൽ ബ്ലോക്ക് കോൺഗ്രസിന്റെ പേരിൽ വ്യാജ പ്രചരണം. സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി.
പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ഇല്ലിക്കൽ കല്ലിൽ നിന്നും മടങ്ങിയ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത വാഹനം. പരിക്കേറ്റവർ ആശുപത്രിയിൽ. കൊല്ലം ശൂരനാട് പഞ്ചായത്തിന്റെ വഴിയോര വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലമായതോടെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച് സപ്ലൈകോ. വർദ്ധിപ്പിച്ചത് സബ്സിഡി സാധനങ്ങളായ കുറുവയരി, തുവരപ്പരിപ്പ് തുടങ്ങിയവ. അത്യാവശ്യ സാധനങ്ങൾ സപ്ലൈകോയിൽ ലഭിക്കുന്നില്ലെന്നും ആക്ഷേപം.